1924 പേമാരിയിലും പ്രളയത്തിലും കരിന്തിരിമല ഇടിഞ്ഞിളകി വീണു. തകർന്നുകൊണ്ടിരിക്കുന്ന കരിന്തിരിമല ദൈവത്തോട് പ്രാർത്ഥിച്ചു, എൻ്റെ ആത്മാവിന് കുടിയേറുവാൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മാവിനെ നീ എനിക്ക് നൽകണമേ. ഗ്രെറ്റോ എന്ന ആഫ്രിക്കൻ അടിമയോടും എസ്തപ്പാൻ എന്ന സ്രാങ്കിനോടും ത്രേസ്യ എന്ന മുക്കുവപ്പെണ്ണിനോടും നീതികേട് കാണിച്ച ദൈവം പ്രായശ്ചിത്തമായി കരിന്തിരിമലയ്ക്ക് പാപ്പൻ്റെ ആത്മാവ് കാട്ടിക്കൊടുത്തു. പാപ്പൻ്റെ ആത്മാവ് അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ കറണ്ട് ബുക്സ് പബ്ലിഷ് ചെയ്ത അഡ്വക്കേറ്റ് ഇർഫാൻ കമാൽ എഴുതിയ ഇളങ്കാട്ടിലെ കുട്ടിപ്പാപ്പൻ എന്ന ഈ ബുക്കാണ്. ഈ ബുക്കിൻ്റെ പേര് ഞാൻ ആദ്യമായി കേട്ടപ്പോൾ ശരിക്കും വിചാരിച്ചത് ഇതൊരു ബാലസാഹിത്യമായിരിക്കും എന്നാണ്. പക്ഷേ ഇതിൻ്റെ അവതാരിക വായിച്ചപ്പോഴാണ് ആ ധാരണ മാറിയത്. വളരെ ഡീറ്റെയിലായി മനോഹരമായി ബുക്കിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ശ്രീ കെ ജയകുമാറാണ്. ഇതിൻ്റെ എഴുത്തുകാരൻ അഡ്വക്കേറ്റ് ഇർഫാൻ കമാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ മുൻ MLA മുസ്തഫ കമാലിൻ്റെയും ജമീല ബീഗത്തിൻ്റെയും മകനായി ജനിച്ചു. കാഞ്ഞിരപ്പള്ളി സെൻറ് ഡൊമിനിക്സ് കോളേജിൽ നിന്ന് ബിരുദവും കോഴിക്കോട് ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് നിയമബിരുദവും നേടി. ദി സസ്പെക്ട് ലിസ്റ്റ് എന്ന മലയാളം സിനിമയുടെ തിരക്കഥ, സംവിധാനം എന്നിവ നിർവഹിച്ചു. ഈ ബുക്കിലെ പ്രധാന കഥാപാത്രം പേര് പോലെ തന്നെ ഇളങ്കാട്ടിലെ കുട്ടിപ്പാപ്പൻ എന്ന പാപ്പനാണ്. പാപ്പൻ എന്ന പ്രമാണിയായ മനുഷ്യൻ്റെ പച്ചയായ ജീവിതം. ഈ പാപ്പൻ ആരാണെന്നല്ലേ? ആഫ്രിക്കൻ വംശജനായ ഗ്രെറ്റോയുടെയും മുക്കുവപ്പെണ്ണായ ത്രേസ്യയുടെയും 1885 ജനിച്ച് അനാഥനാക്കപ്പെട്ട് 1905 കൊച്ചിയിൽ നിന്ന് മല കയറിയ ഔദയുടെ മകനാണ് പാപ്പൻ. പാപ്പൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിലാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ഇതിലെ ഓരോ കഥാപാത്രങ്ങളും ശരിക്കും വായിക്കുമ്പോൾ നമുക്കൊരു സിനിമ കാണുന്ന അനുഭവമായിരിക്കും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ രംഗങ്ങളും കഥാപാത്രങ്ങളും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. കുട്ടിപ്പാപ്പൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകിയെ കണ്ടുമുട്ടുന്നൊരു രംഗമുണ്ട്. അതായത് പരമപിള്ളയുടെ അതിസുന്ദരിയായ മകളെ കണ്ട് ഇഷ്ടപ്പെട്ട് 10 മിനിറ്റിനകം കട്ടപ്പനയിൽ നിന്ന് സ്വന്തം നാട്ടിലെത്തിച്ച് താലി കെട്ടിയൊരു കഥ. പാപ്പൻ കെട്ടിയത് മിന്നല്ലായിരുന്നു, താലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാഹസികത കൊണ്ട് മാത്രമല്ല, ഉദാരത കൊണ്ടും ധർമ്മനിഷ്ഠ കൊണ്ടും കൂടിയാണ് കുട്ടിപ്പാപ്പൻ എന്നൊരു കഥാപാത്രം ഓരോ വായനക്കാരൻ്റെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. അതുകൂടാതെ മർഫി സാഹിബും കുരുവിള അച്ഛനും സ്റ്റാലിനും മോളിക്കുട്ടിയും പന്തനാനി, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞു പോവില്ല. അവിശ്വസനീയമായ രംഗങ്ങളും വർത്തമാനകാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്കും പിന്നീട് ചരിത്രത്തിലേക്കും ഓരോ അധ്യായങ്ങൾ മാറി മറിയുമ്പോഴും വായനയുടെ ഒഴുക്കിനെ അതൊരിക്കലും ബാധിക്കാതെ വായനക്കാരനെ കഥയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും എഴുത്തുകാരൻ്റെ കഴിവ് തന്നെയാണ്. അതുപോലെ പ്രകൃതിക്ഷോഭം വിവരിക്കുന്ന ഓരോ രംഗങ്ങളിലും നമ്മളും അതിനിടയിൽപ്പെട്ട് അലയുന്നതായി തോന്നും. ഈ ബുക്കിൻ്റെ കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അസാധ്യമായൊരു എഴുത്ത് വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണ് ഇളങ്കാട്ടിലെ കുട്ടിപ്പാപ്പൻ. എല്ലാ ബുക്ക് സ്റ്റോഴ്സിലും ആമസോണിലും ഈ ബുക്ക് അവൈലബിൾ ആണ്. ബുക്കിൻ്റെ അവതാരികയിൽ ശ്രീ കെ ജയകുമാർ പറഞ്ഞതുപോലെ, കുട്ടിപ്പാപ്പനെ പോലെ ഒരു കഥാപാത്രത്തെ മലയാളത്തിന് സമ്മാനിച്ചതിന് നോവലിസ്റ്റിന് അഭിമാനിക്കാം. ചെമ്മീനിലെ പളനിയെപ്പോലെ, അസുരവിത്തിലെ ഗോവിന്ദൻ കുട്ടിയെപ്പോലെ സമഗ്രനും അസാധാരണനും ധീരനുമാണ് കുട്ടിപ്പാപ്പൻ. പ്രിയപ്പെട്ട ഇർഫാൻ കമാൽ, ഇനിയും ഒരുപാട് കഥകൾ പറയാനും എഴുതാനും നിങ്ങൾക്കുണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. നന്ദി.